ഓംബുഡ്സ്മാൻ. ആരാണ് ഈ ഓംബുഡ്സ്മാൻ? അല്ലെങ്കിൽ എന്താണ് ഈ ഓംബുഡ്സ്മാൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സിറ്റിസൺസ് ആയിട്ടുള്ള നമ്മുടെ ഗ്രീവിയൻസസ് അഥവാ പരാതികൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് നമ്മുടെ ഓംബുഡ്സ്മാൻ. അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ടും ഇമ്പാർഷ്യൽ ആയിട്ടും നിന്ന് വേരിയസ് സെക്ടേഴ്സിൽ അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും അതുപോലെ ഫെയർനെസ്സും ഒക്കെ എൻഷുർ ചെയ്യുന്നു. അതുമാത്രമല്ല, പബ്ലിക് അതോറിറ്റീസിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് എന്റിറ്റീസിനോ ഒക്കെ എതിരായിട്ട് സിറ്റിസൺസ് തന്നിട്ടുള്ള പരാതികളെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനുള്ള പരിഹാരം റെക്കമെൻഡ് ചെയ്യുന്നതും ഇദ്ദേഹമാണ്. ഇനി നമുക്ക് ഇന്ത്യയിൽ ഈ ഓംബുഡ്സ്മാൻ സ്കീം ഏതൊക്കെ മേഖലയിലാണുള്ളത്, അദ്ദേഹത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബാങ്കിങ്. ബാങ്കിങ്ങിൽ RBIക്ക് ഒരു ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ ആണ് ഉള്ളത്. എന്താണ് അവിടെ അദ്ദേഹം ചെയ്യുന്നത്? ബാങ്ക്സിനെ കുറിച്ചും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനെ കുറിച്ചും പിന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിനെ കുറിച്ചും ഒക്കെയുള്ള കംപ്ലൈന്റ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്കിങ് സെക്ടറിൽ ഒരു ഓംബുഡ്സ്മാൻ ഉള്ളത്. നെക്സ്റ്റ് വൺ, ഇൻഷുറൻസ്. നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ IRDAIക്ക് ഒരു ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ ഉണ്ട്. അദ്ദേഹം എന്താണ് അവിടെ ചെയ്യുന്നത്? പോളിസി ഹോൾഡേഴ്സിന്റെ കംപ്ലൈന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ടാക്സേഷൻ. ടാക്സ് പേയേഴ്സിന്റെ ഗ്രീവിയൻസസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഓംബുഡ്സ്മാൻ ഉണ്ട്. അടുത്തത്, ടെലികമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ TRAI. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ മെസ്സേജ് ഒക്കെ വരാറില്ലേ? TRAI ഡസ് നോട്ട് പ്രൊവൈഡ് എനി NOC ഫോർ ഇൻസ്റ്റാളിംഗ് മൊബൈൽ ടവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് തന്നെ സാധനം. ഇതിന് ടെലികോം റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈന്റ്സ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓംബുഡ്സ്മാൻ ഉണ്ട്. പിന്നെ ലോക്കൽ ഗവർണൻസിൽ പബ്ലിക് ഫംഗ്ഷണറീസിനും മിനിസ്റ്റേഴ്സിനും പിന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽസിനും ഒക്കെ എതിരായിട്ട് വരുന്ന കറപ്ഷൻ അലിഗേഷൻസ് ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ലോക്പാൽ ആൻഡ് ലോകായുക്ത ഓംബുഡ്സ്മാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ലോക്പാൽ നാഷണൽ ലെവലിലും ലോകായുക്ത സ്റ്റേറ്റ് ലെവലിലും ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇത് രണ്ടും നിയന്ത്രിക്കുന്നത് പാനൽ ഓഫ് ജഡ്ജസോ അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജസോ ആയിരിക്കും. ഇനി റോൾസ് ഓഫ് ഓംബുഡ്സ്മാൻ നോക്കാം. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയത് തന്നെയാണ്. അതിപ്പം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുന്നേ ഉള്ളൂ. പക്ഷെ എക്സാമിന് എഴുതുമ്പോൾ ഡിസ്ക്രൈബ് ചെയ്ത് തന്നെ എഴുതണം. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. കംപ്ലൈന്റ്സിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, ഫെയർനെസ് എൻഷുർ ചെയ്യുന്നു, സൊല്യൂഷൻസ് റെക്കമെൻഡ് ചെയ്യുന്നു, ട്രാൻസ്പെറൻസി പ്രൊമോട്ട് ചെയ്യുന്നു. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഓംബുഡ്സ്മാൻ ഇൻ ഇന്ത്യ. ഗ്രീവിയൻസ് റെഡ്രസൽ ആണ്, അക്കൗണ്ടബിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ്ഡ് ഗവർണൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സിറ്റിസൺസിന്റെ എംപവർമെന്റിൽ സഹായിക്കുന്നുണ്ട്. അടുത്തത്, ചാലഞ്ചസ് ആൻഡ് ലിമിറ്റേഷൻസ്. അതിൽ ഫസ്റ്റ് വൺ, അവയർനെസ് അബൌട്ട് ഓംബുഡ്സ്മാൻ. പലർക്കും ഈ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു സ്കീം അവരുടെ ഗ്രീവിയൻസസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം അറിയില്ല. അതൊരു വലിയ ലിമിറ്റേഷൻ ആണ്. അടുത്തത്, എൻഫോഴ്സ്മെന്റ് ഓഫ് റെക്കമെൻഡേഷൻസ്. നമ്മുടെ ഓംബുഡ്സ്മാൻ പല സൊല്യൂഷൻസ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്, പക്ഷെ അത് എത്രത്തോളം നടപ്പിലാവുന്നു എന്നുള്ളത് വലിയൊരു സംശയമാണ്. അതൊരു ലിമിറ്റേഷൻ ആണ്. പിന്നെ ഇംപ്ലിമെന്റേഷൻ. പല പല മേഖലകളിൽ ഇപ്പോൾ ഓംബുഡ്സ്മാൻ സ്കീം ഉണ്ട്. നമ്മൾ പഠിച്ചു, ബാങ്കിങ്, ഇൻഷുറൻസ്, ടാക്സേഷൻ, പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പല പല മേഖലകളിൽ ഓംബുഡ്സ്മാൻ സ്കീം ഉണ്ട്. പക്ഷെ ഇനിയും മേഖലകളിൽ വേണം. പക്ഷെ അത് എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു സംശയമുള്ള കാര്യം തന്നെയാണ്. അതൊരു ലിമിറ്റേഷൻ ആണ്.